Okay, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോറിൻ്റെ ആറ്റം മോഡലാണ്. നമുക്ക് ബോറിൻ്റെ ആറ്റം മോഡൽ എന്താണെന്ന് നോക്കാം. തിയറീസ് ഓഫ് ആറ്റം മോഡൽസിൽ ബോറാണ് പറയാൻ പോകുന്നത്. നീൽസ് ഡേവിഡ് ബോർ, എ ഡാനിഷ് ഫിസിസ്റ്റ് ഹു ഡെവലപ്ഡ് ബോർ മോഡൽ ഓഫ് അറ്റോമിക് സ്ട്രക്ചർ ഇൻ വിച്ച് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ തിയറി ഓഫ് ഇലക്ട്രോൺസ് ഓർബിറ്റിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ തൊട്ട് മുന്നേ നമുക്കൊന്ന് റുദർഫോർഡ് പറഞ്ഞത് ഇലക്ട്രോൺസ് നമ്മുടെ എംപ്റ്റി ഹോളോ സ്പേസിൽ ന്യൂക്ലിയസ് വെച്ചിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തിരുത്തിയിട്ട് ബോർ എന്ന് പറഞ്ഞു അങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില പ്രത്യേകം അറേഞ്ച് ചെയ്ത റീജിയൻസിലാണ് അല്ലെങ്കിൽ സർക്കുലർ പാത്തുകളിലാണ്. ആ പാത്തിനെ പുള്ളിക്കാരൻ വിളിച്ച പേര് ഓർബിറ്റൽസ് എന്നാണ്. KLMN തുടങ്ങിയ ലെറ്റേഴ്സ് വെച്ചിട്ടോ 1 2 3 4 തുടങ്ങിയ നമ്പേഴ്സ് വെച്ചിട്ടോ ഈ ഓർബിറ്റൽസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ബോർ പറയുന്നത്. അപ്പം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ നമ്മുടെ റുദർഫോർഡ് പറഞ്ഞിട്ടുള്ളൂ. അത് എവിടെ റിവോൾവ് ചെയ്യുന്നു, എന്തിൽ റിവോൾവ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഐഡിയ തന്നത് നമ്മുടെ നീൽസ് ബോറാണ്. ഓക്കെ, KLMN തുടങ്ങിയ K ആണ് ന്യൂക്ലിയസിനോട് ആദ്യം കാണപ്പെടുന്ന സർക്കുലർ പാത്ത്, അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ലെറ്റർ അതിന് പകരം 1 എന്ന് പറയുന്ന നമ്പർ, L ആണ് രണ്ടാമത്തെ ഷെല്ല്, അതിനെ L എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുക, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട്, അങ്ങനെ. ഓക്കെ, അതിനുശേഷം ഫിക്സഡ് സർക്കുലർ ഓർബിറ്റൽ, ദ ഇലക്ട്രോൺസ് മൂവ്സ് അറൌണ്ട് ദ ന്യൂക്ലിയസ് കോൺസെൻട്രിക് സർക്കുലർ ഓർബിറ്റ്സ്. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലർ ഓർബിറ്റലുകളിലാണ്. വൈൽ റിവോൾവിംഗ് ഇൻ സ്റ്റേബിൾ ഓർബിറ്റ്സ്, ഇലക്ട്രോൺ ഡു നോട്ട് റേഡിയേറ്റ് എനർജി in spite of their acceleration towards the center of orbit. Each of the fixed orbitals associated with a definite amount of energy called stationary energy. The energy levels are numbered as 1, 2, 3 or designated as KLMN. ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലർ പാത്തുകളിലാണ്. ഈ സർക്കുലർ പാത്തുകളിൽ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ എനർജി കുറയില്ല. ആക്ച്വലി എനർജി കുറഞ്ഞ് എവിടെയെങ്കിലും പോയി വീഴുമെന്നല്ലേ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ബോർ പറയുന്നത് ഈ സർക്കുലർ പാത്തുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി നഷ്ടപ്പെടത്തില്ല. അവർക്ക് ആ എനർജിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അവിടെ എനർജി ഒരിക്കലും കുറയുന്നില്ലെന്നാണ് നമ്മുടെ നീൽസ് ബോർ പറയുന്നത്. ഓക്കെ, പിന്നെ ഈ എനർജി ലെവലുകളെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേഷനറി എനർജി എന്നാണ്. കാരണം അതിൻ്റെ എനർജി മാറുന്നില്ല, അതുകൊണ്ടാണ് സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നത്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് KLMN തുടങ്ങിയ നമ്പർ ലെറ്റേഴ്സ് വെച്ചിട്ടോ 1 2 3 4 എന്നുള്ള നമ്പേഴ്സ് വെച്ചിട്ടോ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ജമ്പിങ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം വൺ എനർജി ലെവൽ ടു അനദർ എനർജി ലെവൽ. ചിലപ്പോൾ ഇലക്ട്രോൺസിന് ഒരു എനർജി ലെവലിൽ നിന്ന് വേറെ എനർജി ലെവലിലോട്ട് പോകാൻ പറ്റും, പക്ഷെ അത് എനർജി മേടിച്ചിട്ടേ എനർജി നോർമൽ ഇലക്ട്രോൺസിൽ കറങ്ങുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയെക്കാട്ടും കൂടുതൽ എനർജി എവിടെന്നെങ്കിലും കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോണിന് ഓരോ ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലോട്ട് പോകാൻ പറ്റും. പ്രിൻസിപ്പിൾസ് ഓഫ് കോണ്ടേക്സ്റ്റ് ഓഫ് ആംഗുലർ മൊമെന്റം ഓഫ് മൂവിങ് ഇലക്ട്രോൺസ്. An electron can move only in the orbital which is no longer momentum, which the angular momentum of the electron around the nucleus is an integral multiple of h/2π. ഒരു ഇലക്ട്രോണിന് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിനൊരു ആംഗുലർ മൊമെന്റം ഉണ്ടായിരിക്കണം. അത് h/2π അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അപ്പം ഒന്നാമത്തെ ലെവലിലാണ് കറങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഷെല്ലാണ് കറങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി 1 × h/2π ആയിരിക്കും. രണ്ടാമത്തെ എനർജി ലെവലാണ് കറങ്ങേണ്ടതെങ്കിൽ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം 2 × h/2π ആയിരിക്കണം. മൂന്നാമത്തെ ലെവലാകുമ്പോൾ 3 × h/2π. അപ്പോൾ ഓരോ കേസിലെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് h/2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്. ഒന്നാമത്തെ ഷെല്ല് 1 × h/2π, രണ്ടാമത്തെ ഷെല്ല് 2 × h/2π, മൂന്നാമത്തെ ഷെല്ല് 3 × h/2π, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ബോർ പറയുന്നത്. ഓക്കെ, ലിമിറ്റേഷൻ ഓഫ് ബോർ പോസ്റ്റ്ലേറ്റ്സ് ആണ്. നോ എക്സ്പ്ലനേഷൻ ഓഫ് ദി സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ്. അതായത് ഹൈഡ്രജൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ബോർ മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ബാക്കി ഒരാളുടെ കേസിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ബോർ മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഹീലിയത്തിൻ്റെയോ ലിഥിയത്തിൻ്റെയോ ഒന്നും കേസിൽ പറ്റില്ല, ഹൈഡ്രജൻ്റെ കേസിൽ മാത്രമേ പറ്റൂ. 2, നോ എക്സ്പ്ലനേഷൻ ഓഫ് ഫൈൻ സ്പെക്ട്രം ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ഫൈൻ സ്പെക്ട്രത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. No explanation for Zeeman and Stark effect of electromagnetic field at spectrum. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും നടക്കുന്ന സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം ബോറിൻ്റെ ഡ്രോബാക്ക് ആണ്. ഓക്കെ, when magnetic field is applied of an atom, it is usually a spectral line split. Magnetic field apply ചെയ്യുമ്പോൾ spectral line split ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേര് സീമൻ എഫക്റ്റ് എന്നാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് സ്പെക്ട്രത്തെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് സീമൻ എഫക്റ്റ് എന്നും, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാർക്ക് എഫക്റ്റ് എന്നാണ്.
In order to overcome the limitation of Rutherford, Niels Bohr 1913 AD developed a nuclear model of atom based on quantization of angular momentum. Okay, main postulates നമ്മൾ already പറഞ്ഞു കഴിഞ്ഞു. And the main postulates ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്. An atom consists of positively charged dense nucleus located at the center of atom continuously negatively charged particles revolve ചെയ്തുകൊണ്ടിരിക്കുന്നു. Electrons revolve ചെയ്യുന്ന ഫിക്സഡ് പാത്തിലാണ്. അതിനെ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്നാണ് വിളിക്കുന്നത്. KLMN അല്ലെങ്കിൽ 1 2 3 പോലുള്ള നമ്പേഴ്സിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. As long as the electron revolving around the nucleus, it is neither lose or gain energy, must be discrete units of H. അതായത് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു എനർജി നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ എനർജി അവിടെ കുറയുകയോ കൂടുകയോ ഒന്നുമില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റും. അവിടെ എനർജി എന്ന് പറയുന്നത് HNUവിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. Only those circular paths are allowed to revolve the electron in which the angular momentum of electron is equal to the integral multiple of h/2. ഇപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ ഇരിക്കണമെങ്കിൽ അവരുടെ ആംഗുലർ മൊമെൻറ്റം 1 × h/2π ഈക്വൽ ആയിരിക്കണം ആ ഇലക്ട്രോണിൻ്റെ, എങ്കിൽ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റും. ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം 3 × h/2π ആണെങ്കിൽ ആ ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലോട്ട് പോകും. അതാണ് ബോർ മോഡൽ പറയുന്നത്. ഓക്കെ, പിന്നെ m മാസ്, v വെലോസിറ്റി, ഓക്കെ, r റേഡിയസ്, h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പിന്നെ the maximum number of electrons that can be accommodated in a particular cell is given by 2n². ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കുള്ള ഷെല്ലുകൾ K ഷെല്ലുണ്ട്, L ഷെല്ലുണ്ട്, M ഷെല്ലുണ്ട്, N ഷെല്ലുണ്ട്. K എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ല്, L രണ്ടാമത്തത്, M മൂന്നാമത്തത്, N നാലാമത്തത്. ഇതിനകത്ത് ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ വേണ്ട ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് 1 × h/2π ആണ്. ഇതിനകത്ത് ഇരിക്കാൻ വേണ്ടത് 2 × h/2π ആണ്. ഇതിനകത്ത് ഇലക്ട്രോൺ ഇരിക്കാൻ വേണ്ട ആംഗുലർ മൊമെൻറ്റം 3 × h/2π, അതിനകത്ത് 4 × h/2π. ഓക്കെ, പിന്നെ ഇതിനകത്ത് എത്ര ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് 2n² വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 2 × n എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണെന്നാണ്, ഒന്നാമത്താണ്, 1², 1² 1 തന്നെ 2. അപ്പോൾ 2 ഇലക്ട്രോണിനെയാണ് K ഷെല്ലിൽ ഇരുത്താൻ പറ്റുന്നത്. എല്ലാകുമ്പോൾ 2 × n², എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 × 2², 2ൻ്റെ സ്ക്വയർ 4 ആണ്, 4 × 2 8, L 8 എണ്ണം. നിങ്ങൾക്കറിയാം 2 8 18 32, നിങ്ങൾക്കറിയാവുന്നതാണ്. 2 × n², 2 × 3², 3ൻ്റെ സ്ക്വയർ 9, 9 × 2 18 ഇലക്ട്രോൺസ്. മറ്റേതാകുമ്പോൾ 2 × 4² വരും, 4ൻ്റെ സ്ക്വയർ 16, 16 × 2 32. അടുത്തയാകുമ്പോൾ 5² വരും, അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ 2n² വെച്ചിട്ട് ഏത് ഷെല്ലിലെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. The centrifugal force of an electron away from the nucleus is completely balanced by centripetal force of nucleus. As a result, electron revolve continuously around the nucleus without falling in the nucleus. ന്യൂക്ലിയസിൽ വീഴാതെ ഇലക്ട്രോൺ എങ്ങനെ കറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the centrifugal force of electron completely balanced by centripetal force of nucleus. ഇലക്ട്രോണിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ന്യൂക്ലിയസിൻ്റെ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ എവിടെയും വീഴാതെ അവിടെ തന്നെ കിടന്ന് കറങ്ങുന്നത്. ഇലക്ട്രോണിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ന്യൂക്ലിയസിൻ്റെ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എവിടെയും പോയി വീഴാതെ അവിടെ തന്നെ കിടന്ന് കറങ്ങാൻ പറ്റുന്നത്. ഓക്കെ, A absorption or emission of energy takes place only when electron jump from one level to another energy level. Absorption energy takes place from the electron to lower jump from lower to higher energy level, and emission of energy takes place when electron jump from higher energy level to lower energy level. നമ്മൾ ഇലക്ട്രോൺ ഒരു എനർജി ലെവലിൽ കിടന്ന് കറങ്ങുകയാണ്. അതിന് തൊട്ടടുത്ത എനർജി ലെവലിലോട്ട് പോകണമെങ്കിൽ അടുത്ത എനർജി ലെവൽ ഇപ്പം താഴെ കിടന്ന് കറങ്ങുന്നതിന് 10 ആണ്. അപ്പോൾ അടുത്ത മുകളിലത്തോട്ട് പോകണമെങ്കിൽ 20 വേണം. അപ്പോൾ ഈ ഇലക്ട്രോണിന് ഓൾറെഡി 10 ഉണ്ട്, ഇനി ഒരു 10 കൂടെ കിട്ടിയാൽ പിന്നെ അത് മുകളിലോട്ട് പോകും. തിരിച്ചു വരുന്ന സമയത്ത് ഈ മേടിച്ച 10നെ അവർ പുറത്തോട്ട് കളയും. അപ്പം ന്യൂക്ലിയസ് കൂടി ഇരിക്കുകയാണ്. ആദ്യത്തെ ഷെല്ല് K ഷെല്ല് എനർജി 10 ആണ്. തൊട്ടടുത്ത ഷെല്ല് L എനർജി 20 ആണ്. ഓക്കെ, അപ്പം അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്ര? 10 ആണ്. 20 - 10 10 ആണ്. Kക്ക് 10, Kയിലിരിക്കുന്ന ഒരു ഇലക്ട്രോണ് 10 എനർജി ഉണ്ട്. ഇനി ഒരു 10 കൂടെ കിട്ടിയാൽ അതിന് 20 ആവും. അപ്പോൾ അത് ഏത് ലെവലിലോട്ട് പോകും? Kയിൽ പിന്നെ ഇരിക്കില്ല. Kയിൽ 10 എനർജി ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ അത് ഏത് ലെവലിലോട്ട് പോകും? Lലോട്ട് പോകും. അപ്പം ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് തൊട്ടടുത്ത ഓർബിറ്റിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ എനർജി മേടിക്കും. തിരിച്ചു വരുമ്പോൾ ആ മേടിച്ച എനർജി കളഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതാണ് ഈ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് E2 - E1 ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് E2 - E1 ഈക്വൽ ആയിരിക്കും. 20 - 10. ഓക്കെ,
ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ. ഇത് പറയുന്നതിന് മുന്നേ എനിക്കൊരു 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ബോർ മോഡൽ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തുകളിലാണ്. സർക്കുലർ പാത്തുകളെ വിളിക്കുന്ന പേര് ഓർബിറ്റൽ എന്നാണ്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ അലൗഡഡ് എനർജി ലെവൽസ്. ഓക്കെ, ഇതിനകത്ത് അത് KLMN തുടങ്ങിയ ലെറ്റേഴ്സ് കൊണ്ടോ 1 2 3 4 തുടങ്ങിയ നമ്പേഴ്സ് കൊണ്ടോ റെപ്രസെൻ്റ് ചെയ്യും. ഈ ഒരു സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി നഷ്ടപ്പെടുകയോ ലോസ് ചെയ്യുകയോ ഒന്നുമില്ല. അതുകൊണ്ട് ഇലക്ട്രോണിന് എത്ര നാൾ വേണമെങ്കിലും അവിടെ കിടന്ന് കറങ്ങാൻ പറ്റും. പിന്നെ ഈ ഇലക്ട്രോൺ എവിടെയും തെറിച്ചു പോകാത്തതിന് കാരണം ഇലക്ട്രോണിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ന്യൂക്ലിയസിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സും പരസ്പരം ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് ഇത് എവിടെയും തെറിച്ചു പോകുന്നില്ല. പിന്നെ പറഞ്ഞത് ഒരു ഇലക്ട്രോണിന് ഒരു ഓർബിറ്റിൽ കിടന്ന് കറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആ ഓർബിറ്റലിൻ്റെ വാല്യൂവിൻ്റെ h/2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ K എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിലാണ് ഇലക്ട്രോണിന് കിടന്ന് കറങ്ങേണ്ടതെങ്കിൽ അവിടുത്തെ ആംഗുലാർ മൊമെൻറ്റം 1 × h/2π ആണ്. ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം 3 × h/2π ആണെങ്കിൽ അത് 3 എന്ന് പറയുന്ന ലെവലിലായിരിക്കും കിടന്ന് കറങ്ങുന്നത്. ഓക്കെ, ഒരു ലെവലിൽ കിടന്ന് കറങ്ങുന്ന ആളുടെ എനർജി തൊട്ടടുത്ത് കിടന്ന് കറങ്ങുന്ന ആളുടെ എനർജിയും ഡിഫറൻ്റ് ആയിരിക്കും. ഇയാൾക്ക് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിലോ മുകളിൽ ആൾക്ക് താഴോട്ട് വരണമെന്നുണ്ടെങ്കിലോ എനർജി മേടിക്കുകയോ കളയുകയോ ചെയ്യണം. ഇവിടുന്ന് ഒരാൾക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ എനർജി മേടിക്കണം, മുകളിൽ നിന്ന് ഒരാൾക്ക് താഴോട്ട് വരണമെങ്കിൽ എനർജി കളയണം. അപ്പം ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലോട്ട് പോകുമ്പോൾ എനർജിയുടെ ലോസോ ഗെയിനോ നടക്കുന്നുണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് E2 - E1 ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ പറയുന്നത് ഒരു ഓർബിറ്റലിൻ്റെ റേഡിയസ്, ഇപ്പം നമുക്ക് ഷെല്ലുകളുണ്ട്, K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല്. എനിക്ക് K എന്ന് പറയുന്ന ആ ഷെല്ലിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, Rn = A0 × n². അതിൽ A0 എന്ന് പറയുന്നത് 52.9 പൈക്കോമീറ്റർ. ഏതിൻ്റെ റേഡിയസ് ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനെ n പകരം കൊടുക്കുക. K എന്ന് പറയുന്ന ആളുടെ റേഡിയസ് ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ n പകരം 1 എന്ന് കൊടുക്കുക. Kയുടെ നമ്പർ 1 ആണല്ലോ, 1ൻ്റെ സ്ക്വയർ 1 വരും. അപ്പം A0 എന്ന് പറഞ്ഞ് വരും. A0യുടെ വാല്യൂ എത്ര? 52.9 പൈക്കോമീറ്റർ. L എന്ന് പറയുന്ന ഷെല്ലിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n പകരം 2 കൊടുക്കുക. 2ൻ്റെ സ്ക്വയർ 4 ആവും. അപ്പോൾ 4A0 ആവും. 4 × 52.9 പൈക്കോമീറ്റർ ആവും. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. 2, ഒരു ഇതിൽ കിടന്ന് കറങ്ങുന്ന ഒരു ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, -RH/n². -RH/n². ഇതാണ് ഇത് RH റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. RH × n². ഇതാണ് എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇതും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. RHൻ്റെ വാല്യൂ 2.18 × 10⁻18 ആണ്. അതാണ് എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഈ 2 കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാം. RHൻ്റെ വാല്യൂ 2.18 × 10⁻18. ഇത് രണ്ടും കറക്റ്റായിട്ടാണ് ഓർത്ത് വെച്ചേക്കുക. റേഡിയസ് കണ്ടുപിടിക്കാൻ ഇക്വേഷനും എനർജി. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്ന ആളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം, ഒരു ഓർബിറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏത് ഇക്വേഷൻ വെച്ചാൽ 2n². n-ൻ്റെ വാല്യൂ, ഏത് ഓർബിറ്റലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത് അതിനനുസരിച്ച് n-ൻ്റെ വാല്യൂ കൊടുക്കുക. അതിനനുസരിച്ച് എന്ത് കണ്ടുപിടിക്കുക? ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. എല്ലാ കാര്യങ്ങളും ആയി. ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ ലിമിറ്റേഷൻസിനകത്തോട്ടാണ്. ബോറിൻ്റെ മോഡലിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ പറയുന്നത് അനേബിൾ ടു എക്സ്പ്ലെയിൻ ദി സ്പെക്ട്ര ഓഫ് ആറ്റം കണ്ടെയ്നിങ് മോർ ദാൻ 1 ഇലക്ട്രോൺ കാൾഡ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, അതായത് സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹിൻസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. കെമിക്കൽ കോമ്പിനേഷൻ ആൻഡ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ കാര്യങ്ങളൊന്നും പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലോട്ടാണ്. അത് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആധാർ കാർഡൊക്കെ എടുക്കാറുണ്ട്. ആധാർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനാണ്. ആധാറല്ല, നമ്പർ. നമുക്കൊരു നമ്പറുണ്ട്, ഒരു 9 ഡിജിറ്റ് കോഡ്, 9 or 12 ഡിജിറ്റ് കോഡുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനാണ്. 9 ഡിജിറ്റ് കോഡ് അല്ലെങ്കിൽ 12 ഡിജിറ്റ് കോഡ് എന്ന് പറയുന്നത്, അല്ലേ? 940 അങ്ങനെ നമ്പർ വരും നമുക്ക്.
ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മുടെയാണ്. അതായത് നമ്മുടെ ഐറിസിൻ്റെ ഇത്, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ്, പിന്നെ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം വരും. ഇതാണ് നമ്മുടെ ആധാർ എന്ന ഫോട്ടോ സഹിതം. അതേ കണക്ക് ഇലക്ട്രോണിനും കംപ്ലീറ്റ് ഇൻഫർമേഷൻ തരുന്ന ഒരു 4 നമ്പറുണ്ട്. ഇലക്ട്രോണിൻ്റെ എല്ലാ കാര്യങ്ങളും, എവിടെ ഇരിക്കുന്നു, എവിടെ കറങ്ങുന്നു, ഏത് ഷെല്ലിലാണ്, ഏത് ഓർബിറ്റിലാണ്, എത്ര എണ്ണം കൂടെ കറങ്ങുന്നു, എങ്ങനെയാണ് ഇരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 4 നമ്പറുണ്ട്. 4 ഡിജിറ്റ് കോഡ്. ആ 4 ഡിജിറ്റിലെ ഓരോ നമ്പറുകളെയും വിളിക്കുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ക്വാണ്ടം നമ്പർ വഴി കിട്ടും. ഇനി എന്താണ് ക്വാണ്ടം നമ്പർ? The position, state and energy of an electron in an atom is specified by using 4 constant numbers called quantum numbers. They are principal, azimuthal, spin quantum number and magnetic quantum number. 4 ടൈപ്പ് ക്വാണ്ടം നമ്പർ ഉണ്ട്. പ്രിൻസിപ്പൽ, അസിമുത്തൽ, സ്പിൻ, പിന്നെ മാഗ്നറ്റിക്കും കൂടെ ഉണ്ട്. മാഗ്നറ്റിക് കൂടെ വിട്ടുപോയതാണ്. പ്രിൻസിപ്പൽ, അസിമുത്തൽ, ദെൻ സ്പിന്ന്, ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. 4 എണ്ണം ഉണ്ട് കേട്ടോ. പ്രിൻസിപ്പൽ, അസിമുത്തൽ, ദെൻ മാഗ്നറ്റിക്, അതിനുശേഷമാണ് സ്പിൻ. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കാം. എന്താണ് ആദ്യം അത് ഇൻഫർമേഷൻ തരുന്നതെന്ന് നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ദ മെയിൻ എനർജി ലെവൽ ഓർ ഷെൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ബിലോങ്. ഏത് എനർജി ലെവലിലാണ്, കെയിലാണോ, എല്ലിലാണോ, എമ്മിലാണോ, എന്നിലാണോ, ഏത് എനർജി ലെവലിലാണ് അല്ലെങ്കിൽ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്നാണ് നമ്മൾ ആര് പറഞ്ഞു തരുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്, സ്മാൾ എൻ. ഓക്കെ, ഇറ്റ്സ് എ വാല്യൂ റേഞ്ചസ് ഫ്രം 1 to infinity ബട്ട് നെവർ ബി 0. ഒരിക്കലും 0 വരാൻ പാടില്ല. അതായത് മെയിൻ എനർജി ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കെ വെച്ചിട്ട്. കെയുടെ നമ്പർ 1 ആണ്. അപ്പോൾ 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3, 4 എത്ര വേണമെങ്കിലും വരാം. അതാണ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. ഒരിക്കലും 0യിൽ സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം 0 എന്ന് പറയുന്ന നമ്പറുള്ള ഒരു എനർജി ലെവൽ നമുക്കില്ല. നമുക്ക് എനർജി ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കെയിലാണ്. കെയുടെ നമ്പർ 1 ആണ്. For the different values of n, 1, 2, 3, the respective shells denoted by k, l, m, n. അറിയാം, 1 ആണെങ്കിൽ k ഷെൽ, 2 ആണെങ്കിൽ l ഷെൽ. ഓക്കെ, the maximum number of electrons that can be accumulated in 2n square. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഓർബിറ്റ്സ് ആണ്. അറിയാമല്ലോ, അത് അറിയാം, നമ്മൾ പറഞ്ഞ കാര്യമാണ്, കൂടുതൽ പോകുന്നില്ല. ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ മെയിൻ എനർജി ലെവലിനെ പറ്റിയാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. ഒരിക്കലും 0 വരാൻ പാടില്ല. 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് വരാം. രണ്ടാമത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൽ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്, സ്മാൾ എൻ. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഷേപ്പ് ഓഫ് ഓർബിറ്റിലാണ്, സബ്ഷെൽ. അതായത് സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നാണ് നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ വിളിക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റലിൻ്റെ ഷേപ്പാണ്. അതായത് സബ്ഷെല്ലുകളെ പറ്റിയാണ്. ഷെല്ലിനകത്തിരിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ. ഷെല്ലിനകത്തിരിക്കുന്ന ആൾ. ഷെല്ലിനകത്താണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അവിടെ ഷെല്ലിനകത്ത് ഇലക്ട്രോൺ ഇരിക്കുന്ന പൊസിഷനെ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ. അതിനെപ്പറ്റിയാണ് നമുക്ക് അസിമുത്തൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ വാല്യൂ ഓഫ് എൻ ആൻഡ് റേഞ്ചസ് ഫ്രം 0 to n-1. ഇതിൻ്റെ വാല്യൂ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നിൻ്റെ വാല്യൂ. എൻ എന്തുവാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ 0 മുതൽ n-1 വരെയുള്ള വാല്യൂസ് ആണ് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് വരുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 0 മുതൽ n-1 മീൻസ് 2 - 1, 2 - 1 1. അപ്പോൾ 0 മുതൽ 1 വരെയാണ് അതിൻ്റെ റേഞ്ചസ് വരുന്നത്, 0യും 1ഉം. ഇപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ തന്നെ 0 മുതൽ n-1 വരെയാണ്. അതായത് 0 മുതൽ 3-1 വരെ, അതായത് 0 മുതൽ 2 വരെ, അതായത് 0, 1, 2. ഈ 3 വാല്യൂസ് ആയിരിക്കും എല്ലിന് വരുന്നത്. വേറൊരു വാല്യൂസും പോസിബിൾ അല്ല. അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് 0 എന്ന് പറയുന്ന വാല്യൂ പോസിബിൾ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് 0 പോസിബിൾ അല്ല. 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിൻ്റെ വാല്യൂ അറിയാമെങ്കിലേ നമുക്ക് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിൻ്റെ വാല്യൂ നിന്ന് 1 കുറച്ച് അത് മുതൽ 0 വരെയാണ് എല്ലിൻ്റെ വാല്യൂ. ഇപ്പോൾ 2 ആണെങ്കിൽ 2ൽ നിന്ന് 1 കുറയ്ക്കുക 1, 1 മുതൽ 0 വരെ, അതായത് 1ഉം 0യും. 5 ആണെന്ന് വിചാരിക്കുക എന്നിൻ്റെ വാല്യൂ, 5ൽ നിന്ന് 1 കുറയ്ക്കുക 4. അപ്പോൾ 4 വരാം, 3 വരാം, 2 വരാം, 1 വരാം, 0 വരാം. n-1 മുതൽ 0 വരെ. ഓക്കെ, ദാറ്റ് ഈസ് എസ്, പി, ഡി ആൻഡ് എഫ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് നമ്പേഴ്സ്. അതായത് 0 വരികയാണെങ്കിൽ, എല്ലിൻ്റെ വാല്യൂ 0 വരികയാണെങ്കിൽ അത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലും, 1 വരികയാണെങ്കിൽ അത് പി എന്ന് പറയുന്ന സബ്ഷെല്ലും, 2 വരികയാണെങ്കിൽ അത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലും, 3 വരികയാണെങ്കിൽ അത് എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലും ആയിരിക്കും.
0 1 2 3 പോലുള്ള നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ 4 നമുക്ക് വരാറില്ല. 0 1 2 3 ആണ് വരുന്നത്. 0 ആണെങ്കിൽ അത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലും, 1 ആണെങ്കിൽ അത് പി എന്ന് പറയുന്ന സബ്ഷെല്ലും, 2 ആണെങ്കിൽ അത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലും, 3 ആണെങ്കിൽ അത് എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലും ആയിരിക്കും. ഓക്കെ. The number of subshell present within the shell equal to the value of n. The total number of electrons present within each subshell is 2 into 2l plus 1. ഓരോ സബ്ഷെല്ലിലും കാണുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 2 into 2l plus 1 എടുത്താൽ മതി. 2 into 2l plus 1. നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട. എസിനകത്ത് മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. ഇതങ്ങ് കാണാതെ പഠിച്ചാൽ മതി. 2 6 10 14. കാരണം 4 സബ്ഷെല്ലുകളേ ഉള്ളൂ നമുക്ക്. അപ്പോൾ 4 എണ്ണത്തിനെ കാണാതെ പഠിച്ചാൽ മതി. 2 6 10 14. വേറെ കാര്യമൊന്നുമില്ല. 2 6 10 14. ഓക്കെ. അതായത് ഈ ഇക്വേഷൻ മറ്റേത് പഠിച്ചു 2n² പഠിച്ചു വെച്ചേക്കണം. ഇത് പഠിച്ചു വെക്കണം. 2 6 10 14 മതി. ഓക്കെ. അടുത്തതിലോട്ട് പോകുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറാണ്. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എം എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇത് നമുക്ക് പറഞ്ഞിരുന്നത് ഓറിയൻറ്റേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഇൻ 3 ഡയമെൻഷണൽ സ്പേസ്. 3Dയിൽ നമ്മളിതിനെ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഓറിയൻറ്റ് ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു, ഏത് ഷേപ്പിലാണ് നമ്മുടെ ഓർബിറ്റൽസ് ഇരിക്കുന്നത് എന്നാണ് നമുക്ക് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ പറഞ്ഞിരുന്നത്. ദ വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എൽ ആൻഡ് റേഞ്ചസ് ഫ്രം -L to +L ഇൻക്ലൂഡിങ് 0. എമ്മിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എല്ലിൻ്റെ വാല്യൂ അറിയണം. എല്ലിൻ്റെ -L to +L ആണ് എമ്മിൻ്റെ വാല്യൂ. പക്ഷേ എല്ലിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. എന്നിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിൽ നിന്ന് 1 കുറച്ച് അത് മുതൽ 0 വരാം. എല്ലിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലിൻ്റെ -L to +L അതാണ് എമ്മിൻ്റെ വാല്യൂ. The total number of orbitals in a particular shell is given by 2l plus value. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ടോട്ടൽ ഓർബിറ്റൽ കണ്ടുപിടിക്കുന്നത് 2l plus 1 വെച്ചിട്ടാണ്. 2l plus 1 അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. വേണമെങ്കിൽ പഠിച്ചു വെക്കണമെന്നില്ല. നമുക്കുള്ളത് എസ് പി ഡി എഫ് ആണ്. എഫിനകത്ത് കാണപ്പെടുന്ന ഓരോ ഓർബിറ്റിൽ പിക്കകത്ത് 3 എണ്ണം, ഡിക്കകത്ത് 5 എണ്ണം, എഫിനകത്ത് 7 എണ്ണം. അങ്ങനെ പഠിച്ചു വെച്ചാൽ 1 3 5 7 ഇത്രയും ഓർബിറ്റൽസ് ആണ് അവരിനകത്ത് വരുന്നത്. എസിനകത്ത് ഒരു ഓർബിറ്റിൽ പിക്കകത്ത് 3 എണ്ണം, ഡിക്കകത്ത് 5 എണ്ണം, എഫിനകത്ത് 7 എണ്ണം. അതങ്ങ് പഠിച്ചു വെച്ചാലും മതി. ഓക്കെ. ടേബിൾ നോക്കണമെന്നില്ല. ലാസ്റ്റ് സ്പിൻ കോണ്ടന്റ് നമ്പറാണ്. സ്പിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ സ്പിന്നാണ്. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ അത് ഇരിക്കുന്നത്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ +1/2, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ -1/2. ഇതാണ് സ്പിൻ കോണ്ടന്റ് നമ്പർ. പിന്നെ സ്പിൻ കോണ്ടന്റ് നമ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഇലക്ട്രോൺസിന് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ സെയിം ആവും. പക്ഷേ സ്പിൻ കോണ്ടന്റ് നമ്പർ ഡിഫറൻ്റ് ആവും. ആദ്യത്തെ 3 കോണ്ടന്റ് നമ്പർ സെയിം ആയാലും സ്പിൻ കോണ്ടന്റ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. ചില ഇലക്ട്രോൺസിനൊക്കെ ആദ്യത്തെ 3 എണ്ണം സെയിം ആകും. പക്ഷേ അവിടെ വേറിട്ട് നിർത്തുന്നത് 2 പേരും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് സ്പിൻ കോണ്ടന്റ് നമ്പർ വെച്ചാണ്. 2 പേർക്ക് 3 വാല്യൂ സെയിം ആകും. പക്ഷേ ഒരാൾക്ക് +1/2 ഒരാൾക്ക് -1/2 കൊടുത്തേ പറ്റും. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. ഇതാണ് കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഞാൻ പിന്നെ പറയാം. ഹൺസ് റൂള്. ഓക്കെ. ഇനി ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ അല്ലേ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 4 ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് വരുന്നത്. ഈ എന്നിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n-1 മുതൽ 0 വരെയാണ്. സപ്പോസ് എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2ൽ നിന്ന് കുറയ്ക്കാം 1 മുതൽ 0 വരെ, അതായത് 1ഉം 0യും. എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 4ൽ നിന്ന് കുറയ്ക്കാം 3. അപ്പോൾ 3 ആകാം, 2 ആകാം, 1 ആകാം, 0 ആകാം. എല്ലിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എല്ലിന് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആ 2 വാല്യൂസിനും എം വാല്യൂസ് ഉണ്ട്. ആദ്യത്തേത് -1 മുതൽ +1 വരെ, അതായത് -1 0 +1 ഈ 3 വാല്യൂസും ഇതിന് വരാം. 0 ആണെങ്കിൽ -0 to +0, -0 to +0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ 0 ആണ്. അടുത്തത് ഇവിടെ 4 വാല്യൂസ് ഉണ്ട് എല്ലിന്. ആ 4 വാല്യൂസിനും എം വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് എം വാല്യൂ 3യുടെയാണ് ഞാൻ പറയുന്നത്. -3 -2 -1 0 +1 +2 +3
-3 മുതൽ +3 വരെയാണ് ആദ്യത്തിൻ്റെ വാല്യൂ. രണ്ടാമത് ഞാൻ പറഞ്ഞത് 2-ൻ്റെയാണ്. -2 -1 0 +1 +2 -L മുതൽ +L വരെ, അതായത് -2 മുതൽ +2 വരെ. മൂന്നാമത് ഞാൻ പറയുന്നത് 1-ൻ്റെയാണ്. -1 0 +1 -1 മുതൽ +1 വരെ. നാലാമത് പറയുന്നത് 0-ടെയാണ്. 0 അപ്പം n വാല്യൂ അറിയാമെങ്കിൽ L വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ, L വാല്യൂ അറിയാമെങ്കിൽ M വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നും എല്ലും എമ്മും സെയിം ആണെങ്കിൽ എസിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഓർബിറ്റൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും കേട്ടോ. ഓർബിറ്റൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അതായത് n = 3 L = 0 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് ഇത് ഏത് ഓർബിറ്റലാണെന്ന് ചോദിക്കും. n = 3 L = 0. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് n-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3, അതായത് മൂന്നാമത്തെ ഓർബിറ്റലാണ്. L-ൻ്റെ വാല്യൂ 0 വന്നാൽ S, 1 വന്നാൽ P, 2 വന്നാൽ D, 3 വന്നാൽ F. ഇപ്പോൾ ഏതാ വന്നിരിക്കുന്നത്? 0 ആണ്. 0ക്ക് ഏതാ? S, 3S. അപ്പോൾ ഇത് ഏത് ഓർബിറ്റലാണ്? 3S ആണ്. n-ൻ്റെ വാല്യൂ 4, L-ൻ്റെ വാല്യൂ 1. 4 നാലാമത്തെ ഓർബിറ്റലാണ്. L-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് P ആണ്. അപ്പോൾ നാലാമത്തെ ഓർബിറ്റലിലെ P എന്ന് പറയുന്ന സബ്ഷെൽ 4P. n-ൻ്റെ വാല്യൂ 0, L-ൻ്റെ വാല്യൂ 0. ഒരിക്കലും n-ന് 0 എന്ന് പറയുന്ന വരത്തില്ല. അപ്പോൾ ഇങ്ങനൊരു കോണ്ടന്റ് നമ്പർ ഇല്ല. n-ൻ്റെ വാല്യൂ 3, L-ൻ്റെ വാല്യൂ 2. 3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഓർബിറ്റൽ, 2 വരുമ്പോൾ അത് D ഓർബിറ്റലാണ്. അപ്പോൾ ഏത് ഓർബിറ്റൽ? 3D. n-ൻ്റെ വാല്യൂ 1, L-ൻ്റെ വാല്യൂ 3. 1 വരുമ്പോൾ 1, 3 വരുമ്പോൾ F, 1F. 1F എന്ന് പറയുന്ന ഓർബിറ്റൽ ഇല്ല. അപ്പം ഇങ്ങനെ നമുക്ക് ഓർബിറ്റലിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഓർബിറ്റൽ എന്നിട്ട് കോണ്ടന്റ് നമ്പർ എഴുതാൻ പറയും ചിലപ്പോൾ. ഫോർ എക്സാമ്പിൾ 4P എങ്ങനെ എഴുതാം? n-ൻ്റെ വാല്യൂ 4, ഇതാണ് n-ൻ്റെ വാല്യൂ, ഇതാണ് L-ൻ്റെ വാല്യൂ. L-ൻ്റെ വാല്യൂ P ആണെങ്കിൽ 1. n-ൻ്റെ വാല്യൂ 4ഉം L-ൻ്റെ വാല്യൂ 1 ആണ്. n-ൻ്റെ വാല്യൂ 4, L-ൻ്റെ വാല്യൂ 1, 4P. വേറെ എഴുതാം. 2P എഴുതി നോക്കാം. n-ൻ്റെ വാല്യൂ 2, L-ൻ്റെ വാല്യൂ 1, 2. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്ഥിരം ചോദിക്കുന്നതാണ്, നോക്കിയിട്ട് പഠിക്കും. ഓക്കെ, അടുത്തിലോട്ട് പോകുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഇലക്ട്രോൺ ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നോ 2 ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഹാവ് സെയിം വാല്യൂ ഓഫ് ഓൾ 4 കോണ്ടന്റ് നമ്പേഴ്സ്. ഒരിക്കലും ഒരു ഇലക്ട്രോണിന് 4 കോണ്ടന്റ് നമ്പറും സെയിം ആവില്ല. ആദ്യത്തെ 3 എണ്ണം സെയിം ആണെങ്കിലും സ്പിൻ കോണ്ടന്റ് നമ്പർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. If means that if have same value principal, azimuthal and magnetic quantum number, but they have different values of spin quantum number. സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഹീലിയത്തിൻ്റെ കേസിൽ 1s2 എന്നാൽ 1s-ൽ തന്നെ 2 ഇലക്ട്രോൺ ഇരിക്കുന്നു. ഇതാണ് 1s-ൽ 2 ഇലക്ട്രോൺ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ, ഇപ്പോൾ ഈ ഇലക്ട്രോൺ എ എന്നും ഈ ഒരു ഇലക്ട്രോൺ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ കോണ്ടന്റ് നമ്പറും ബിയുടെ കോണ്ടന്റ് നമ്പറും ഞാൻ എഴുതാം. എയുടെ കോണ്ടന്റ് നമ്പർ n = 1, 1s-ലായതുകൊണ്ട് n1, ഇവിടെയും 1. L-ൻ്റെ വാല്യൂ S ആയതുകൊണ്ട് L-ൻ്റെ വാല്യൂ 0, L-ൻ്റെ വാല്യൂ 0. 1s-ലല്ല രണ്ടുപേരും ഇരിക്കുന്നത്. M-ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് M-ൻ്റെ വാല്യൂ 0, M-ൻ്റെ വാല്യൂ 0. 3 കോണ്ടന്റ് നമ്പർ സെയിം ആയി. S-ൻ്റെ വാല്യൂ +1/2ഉം S-ൻ്റെ വാല്യൂ -1/2ഉം ആയിരിക്കും. കാരണം 1s-ലാണ് ഇരിക്കുന്നത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു ഓർബിറ്റിൽ തന്നാൽ കോണ്ടന്റ് നമ്പർ എഴുതാൻ. 1s ആയതുകൊണ്ട് n-ൻ്റെ വാല്യൂ 1, അപ്പോൾ അപ്പുറവും n-ൻ്റെ വാല്യൂ 1. കാരണം 2 ഇലക്ട്രോൺസ് ഉണ്ട് 1s-ൽ, ഒരെണ്ണം A ഒരെണ്ണം B. രണ്ടിൻ്റെ കോണ്ടന്റ് നമ്പർ എഴുതാൻ പോകും നമ്മൾ. n-ൻ്റെ വാല്യൂ 1, n-ൻ്റെ വാല്യൂ 1. L-ൻ്റെ വാല്യൂ S ആയതുകൊണ്ട് 0, അപ്പുറവും 0. കാരണം 2 1s-ലാണല്ലോ. L-ൻ്റെ വാല്യൂ കിട്ടിയാൽ M-ൻ്റെ വാല്യൂ കിട്ടാൻ പറ്റും. -L to +L, -0 to +0 എന്നാൽ 0 ആണ്. അപ്പോൾ ആദ്യത്തെ 3 കോണ്ടന്റ് നമ്പർ സെയിം ആയി. അപ്പോൾ സ്പിൻ എന്താവും? ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് എന്താവും? ആൻറ്റി ക്ലോക്ക് വൈസും ആവും. ഓക്കെ, നെക്സ്റ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. റൂൾ പറയുന്നതാണ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് വേരിയസ് സബ്ഷെൽ ടേക്സ് പ്ലേസ് വെൻ പോസിബിൾ അറ്റോമിക് ഓർബിറ്റൽസ് കണ്ടെയ്ൻ സിംഗിൾ ഇലക്ട്രോൺ. ഒരിക്കലും നിങ്ങൾ ഇലക്ട്രോൺസിനെ ഓർബിറ്റൽസിനകത്ത് കൊടുക്കുന്ന സമയത്ത് SP, D തുടങ്ങിയ സബ്ഷെല്ലിനകത്തിരിക്കുന്ന ഓർബിറ്റൽസിനകത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ പെയർ ചെയ്യിപ്പിക്കാവൂ. അല്ലാതെ പെയർ ചെയ്തിട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു P-ക്കകത്ത് 3 ഓർബിറ്റൽസ് ഉണ്ട്. P-ക്കകത്ത് 3 എണ്ണം, 2L + 1 ആണ്. 2 × 1 + 1 എടുത്താൽ മതി. 3 ഓർബിറ്റൽസ്. P-യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓർബിറ്റൽസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന 2L + 1 ആണ്. പഠിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞു. 2L + 1, L-ൻ്റെ വാല്യൂ 1 ആണ് P-യുടെ. അപ്പോൾ 2 × 1 + 1 3 വരും. ഇപ്പോൾ 3 ഓർബിറ്റൽസ് ആണുള്ളത്.
ഇതിനകത്ത് 3 ഇലക്ട്രോൺസിനെ കൊടുക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരിക്കലും 2, 1 ഇങ്ങനെ കൊടുക്കരുത്, തെറ്റാ. ഓരോന്ന് വീതം കൊടുക്കുക. ഹലോ, ആ പറഞ്ഞോളൂ. അവിടുന്ന് നേരെയുള്ള ഒരു വീട് കാണുന്നുണ്ടോ, ഗ്രേ കളർ പെയിൻ്റുള്ള? ആ, ഇൻ്റർലോക്കിൻ്റെ വീട് നേരെ കയറുമ്പോൾ ഗ്രേ കളർ പെയിൻറ്റ്, സൈഡിൽ നീല ബോർഡർ, വീടിൻ്റെ ബോർഡർ നീല, ഫ്രണ്ടിലുള്ള ഷീറ്റൊക്കെ ഇറങ്ങും സൈഡ്. ആ ആ അത് തന്നെ, അത് തന്നെ. ആ കൊണ്ട് കൊടുത്തിരുന്നാൽ മതി. അവിടെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം പേയ്മെൻറ്റ് കേട്ടോ. ഞാനിപ്പോൾ ക്ലാസ്സിലാണ്. യാ, അപ്പം 3 ഇലക്ട്രോൺസിനെ കൊടുക്കണം. അപ്പം നിങ്ങൾ കൊടുക്കേണ്ടത് ഓരോന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടും എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രം പെയർ ചെയ്യുക, അല്ലാതെ ആദ്യമേ കയറി പെയർ ചെയ്യരുതെന്നാണ് ഹൺസ് റൂൾ പറയുന്നത്. ഓക്കെ, അടുത്തിലോട്ട് പോകാം. ഇത് ഒരു കേസാണ്. താണ്ട 2Pയിൽ 3 ഉണ്ട്, കണ്ടോ? ഇത് തെറ്റായിട്ടുള്ളതാണ്, കാരണം 2, 1 അങ്ങനെ കൊടുക്കരുത്. ഓരോന്ന് വെച്ച് കൊടുക്കാവും, എന്നതിന് ശേഷം മാത്രമേ പെയർ ചെയ്യാവൂ. അടുത്തത് ആഫ്ബോ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡർ കേട്ടിട്ടുണ്ടോ? 1s 2s 2p 3s 3p 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 6s 4f 5d 6p 7s 5f 6d 7p. ഈ ഒരു ഓർഡർ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കേട്ട് കാണാം. 1s, അത് കഴിഞ്ഞാൽ വേണ്ട അടുത്ത ആര വരുന്നത് 2s, പിന്നെ അടുത്ത ആര വരുന്നത് 2p 3s, പിന്നെ അടുത്ത ആര വരുന്നത് 3d 4p 4s, 3p 3s, പിന്നെ 3p 4s, 3p 4s, പിന്നെ 3d 4p 5s, 3d 4p 5s. ഞാനൊരു ഓർഡർ കണ്ടിട്ടില്ലേ? ഇത് ആഫ്ബോ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്യുന്നതാണ് ഈ ഒരു ഓർഡർ. ഇത് സബ് ഷെല്ലുകളാണ്. ഈ 1 എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലാണ്, അതിലെ എസ് എന്ന് പറയുന്ന സബ് ഷെല്ല്. രണ്ടാമത്തേൻ്റെ എസ് എന്ന് പറയുന്ന സബ് ഷെല്ല്, രണ്ടാമത്തേൻ്റെ പി എന്ന് പറയുന്ന സബ് ഷെല്ല്. ഹലോ, അവിടെ വെച്ചേക്ക് കേട്ടോ, ഞാൻ പേയ്മെൻറ്റ് ചെയ്തേക്കാം. ഞാൻ ഇപ്പോൾ ക്ലാസ്സില്ല, ഒരു അരമണിക്കൂർ അങ്ങ് ചെയ്തേക്കാം. ഓക്കെ, ഓ ശരി, പെട്ടേക്കാം. അപ്പോൾ ഈ ഓർഡറിനെ ബേസ് ചെയ്യുന്നത് ആഫ്ബോ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ പറയുന്ന ഇതാണ്. ഞാൻ ആ പ്രിൻസിപ്പിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് മറ്റേ നോക്കണം, അതിനെക്കാട്ടി നല്ലത് ഇതാണ്. പ്രിൻസിപ്പിൾ പറയുന്നത്, നമ്മളിപ്പം എഴുതിയ ഓർഡർ 1s 2s 2p 3s 3p 4s 3d, ഇത്രയും ഞാൻ എഴുതുന്നോളെ. ഇതിൻ്റെ എല്ലാം n+l വാല്യൂ ഞാൻ നോക്കാൻ പോവാണ്. ഏത് വാല്യൂ? n+l വാല്യൂ നോക്കാൻ പോവാം. 1sൻ്റെ n-ൻ്റെ വാല്യൂ 1 ആണ് അല്ലേ, n വാല്യൂ. l-ൻ്റെ വാല്യൂ, s-ൻ്റെ വാല്യൂ എടുത്താൽ മതി. s-ൻ്റെ വാല്യൂ 0 ആണ് അല്ലേ, s0 p1 d2 f3 അല്ലേ. അപ്പം n+l ആകുമ്പോൾ n-ൻ്റെ വാല്യൂ 1 തന്നെ, s എന്ന് പറയുന്ന ലെറ്റർ ആണ്, അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആണ്. അപ്പോൾ 1 + 0 1 വരും. 2s ആകുമ്പോഴത്തേക്ക് 2 + 0 2 വരും. 2p ആകുമ്പോഴത്തേക്ക് 2 ആണ് n-ൻ്റെ വാല്യൂ, p ആകുമ്പോൾ 1 വരും. 2 + 1 3 വരും. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോണേ. ദെൻ 3 + 0 3 വരും. 3 + 1 4 വരും. 4 + 0 4 വരും. 3 + 2 5 വരും. റൂൾ പറയുന്നത് n+l വാല്യൂവിൻ്റെ
ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മുടെ ഓർബിറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നത്. എന്തിന് ഇൻക്രീസിങ് ഓർഡർ? n പ്ലസ് എൽ വാല്യൂവിൻ്റെ ഇൻക്രീസിങ് ഓർഡർ. ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടുന്നതെന്നാണ് ആൽഫബ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് n പ്ലസ് എൽ വാല്യൂവിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് n പ്ലസ് എൽ വാല്യൂവിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. 1s 2s 2. അതിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നത് ഇവിടെ നോക്കി, ഒന്നിനെക്കാട്ടും കൂടുതലാണ് 2, രണ്ടിനെക്കാട്ടും കൂടുതലാണ് 3, പിന്നെ 4, പിന്നെ 5, അങ്ങനെ പോവാണ് 6 7 എന്ന് പറഞ്ഞ് പോകും. പക്ഷെ ഡൗട്ട് വന്നേക്കുന്നത് ഇവിടെ 3 3 ശരിയല്ലേ? 4 4 കണ്ടോ? രണ്ട് പേർക്കും n പ്ലസ് എൽ വാല്യൂ സെയിം ആണെങ്കിൽ ആർക്കാണോ n വാല്യൂ ചെറുത് അതായിരിക്കും ആദ്യം ഫില്ലാവുന്നത്. രണ്ട് പേർക്ക് n പ്ലസ് എൽ വാല്യൂ സെയിം ആണെങ്കിൽ ആർക്കാണോ n വാല്യൂ ചെറുത് അയാളായിരിക്കും ആദ്യം ഫില്ലാവുന്നത്. രണ്ട് പേർക്ക് n പ്ലസ് എൽ വാല്യൂ സെയിം ആണെങ്കിൽ ആർക്കാണോ n വാല്യൂ ചെറുത് അയാളായിരിക്കും ആദ്യം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് പ്രിൻസിപ്പിൾ പറയുന്നത് n പ്ലസ് എൽ വാല്യൂവിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഫില്ലിങ് നടക്കുന്നത്. രണ്ട് പേർക്ക് n പ്ലസ് എൽ വാല്യൂ സെയിം ആണെങ്കിൽ ആർക്കാണോ n പ്ലസ് എൽ വാല്യൂ കുറവ് അയാളായിരിക്കും ആദ്യം ഫില്ലാവുന്നത്. ഓക്കെ, എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് നമുക്കറിയാം, 1s 2s കൊടുക്കുന്നതേ നമുക്കറിയാം, അതും അറിയാം. ഓക്കെ, ലിമിറ്റേഷൻ ഓഫ് ആൽഫബ പ്രിൻസിപ്പിൾ ആണ്. ക്രോമിയം, കോപ്പർ, മോഡിനം, എജ് ഇതിൻ്റെ കേസിലൊക്കെ അതിന് ലിമിറ്റേഷൻ വരുന്നുണ്ട്. നമ്മളതിൻ്റെ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസ് പഠിച്ചിട്ടുണ്ട്. മറ്റേ 4s 2 വരുന്നതിന് പകരം 4s ഓരോന്ന് വരുന്നത് അല്ലേ? ഇപ്പം ക്രോമിയത്തിൻ്റെ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 24 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ AR, ആർഗൺ 18, 4s2 3d4 ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ അതിന് പകരം AR 4s1 3d5 എന്ന് പറഞ്ഞാൽ വരുന്നത്. എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് കോപ്പറിൻ്റെയും കേസിൽ കേട്ടോ. ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഓർബിറ്റൽസിൻ്റെ ഷേപ്പാണ്. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്ന എസ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പാണ്. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ ഷേപ്പാണ്. ഓക്കെ, സ്പെറിക്കൽ ഷേപ്പ് മാത്രമല്ല അവർക്ക് നോഡുണ്ട്. ഷേപ്പ് ഒരിക്കലും ഇങ്ങനെയാണ്. 1s ആണെങ്കിൽ ഒരു സ്പിയർ, ഇതാണ് ഷേപ്പ്. സ്പെറിക്കൽ ഷേപ്പാണ് എസ് ഓർബിറ്റലിന്. 2s ആണെങ്കിൽ 2 സ്പിയർ, ഇതൊരു സ്പിയർ, ഇത് വേറൊരു സ്പിയർ, കണ്ടോ? അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് വരും, രണ്ട് സ്പിയറുകൾക്കിടയിൽ ഒരു സ്പേസ് വരും. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് നോഡ്. 3s ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു സ്പിയറും കൂടെ വരും, അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് കാണും, അതും ഒരു നോഡാണ്. അപ്പം സ്പെറിക്കൽ ഷേപ്പാണ് എസ് ഓർബിറ്റലിന്. എസ് ഓർബിറ്റലിൽ ഇത് കൗണ്ട് കൂടുന്തോറും നോഡുകളുടെ എണ്ണം കൂടും. നോഡുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട് n-1. നമ്മൾ ചോദിക്കും എസ് ഓർബിറ്റലാണ്, ഇതിന് നോഡുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കണം 1s ഓർബിറ്റൽ നോഡില്ലല്ലോ. ഓക്കെ, അത് ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻ n-1 അല്ലേ? എന്നിൻ്റെ വാല്യൂ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ അല്ലേ? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂ 1 അല്ലേ? 1 - 1 എത്ര? 0, നോഡില്ല. ഇത് 2s അല്ലേ? 2s ആകുമ്പോൾ 2 അല്ലേ? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 2 - 1 ഒരു നോഡുണ്ട്. 3s ആകുമ്പോഴും 3 - 1 അല്ലേ? എത്ര നോഡുണ്ട്? 2 നോഡ്. ഇതാണ് എസ് ഓർബിറ്റൽ. ഷേപ്പ് സ്പെറിക്കലാണ്, നോഡുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് n-1 ആണ്. ഓക്കെ, രണ്ടാമത് പി ഓർബിറ്റലാണ്. പി ഓർബിറ്റലിന് 3 ഷേപ്പ് ഉണ്ട്. ഇതാണ് px, ഇത് py, ഇത് pz. 3 ഷേപ്പ്. ഡംബൽ ഷേപ്പാണ്. px, py, pz. px ആകുമ്പോൾ x ആക്സിസിൽ ഡംബിൾ കിടക്കും, py ആകുമ്പോൾ y ആക്സിസിൽ ഡംബിൾ കിടക്കും, pz ആകുമ്പോൾ z ആക്സിസിൽ ഡംബിൾ കിടക്കും. അങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. ഡംബൽ ഷേപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡി ഓർബിറ്റലാണ്. ഡി ഓർബിറ്റലിന് ഡബിൾ ഡംബലാണ്. ഡബിൾ ഡംബൽ, 2 ഡംബൽ വരും. ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഷേപ്പ് ഞാൻ വരയ്ക്കാം. ഡബിൾ ഡംബൽ ഷേപ്പാണ്. ഷേപ്പ് ഞാൻ വരയ്ക്കാം, ഒന്ന് ബോർഡിലൂടെ നോക്കിക്കോളാം. നമുക്ക് വരുന്നത് DXY എന്ന് പറയുന്ന ഓർബിറ്റലുണ്ട്, DXZ ഉണ്ട്, DYZ ഉണ്ട്, DX² - Y² ഉണ്ട്, DZ² ഉണ്ട്. ഇത്രയുമാണ് വരുന്നത്. ഓരോന്നായിട്ട് വരയ്ക്കാം. അതിന് DXY വരയ്ക്കാം. ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. DXYയിൽ എക്സിനും വൈക്കും ഇടയ്ക്ക് ഇങ്ങനെ ഡംബൽ കിടക്കും. 2 ഡംബൽ വരും, ഡബിൾ ഡംബൽ. എക്സിനും വൈക്കും ഇടയ്ക്ക് ഡംബൽ. DXZൽ ഇത് X, ഇത് Z. എക്സിനും ഇസഡിനും ഇടയ്ക്ക് കിടക്കും. ഇത് എക്സിനും വൈക്കും ഇടയ്ക്ക്, ഇത് എക്സിനും ഇസഡിനും ഇടയ്ക്ക്, ഇത് വൈക്കും ഇസഡിനും ഇടയ്ക്ക്.
വൈക്ക് പ്ലസ്. ഇനി ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് ഇത് എക്സ് ഇത് വൈ, എക്സിലും വൈയിലും കിടക്കും. നേരത്തെ ഇടയ്ക്കാണ് കിടക്കുന്നത്, അത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആകുമ്പോൾ എക്സ് ആക്സിസിൽ കിടക്കും. പിന്നെ ഡി ഇസഡ് സ്ക്വയർ ആകുമ്പോഴത്തേക്ക് ഇസഡിൽ മാത്രം രണ്ട് ഡമ്പലും കൂടെ കിടക്കും. ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ. ഓക്കെ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് നോഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നോഡ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നോഡ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ n-1 ആണെന്ന് പറഞ്ഞു. നോഡുകളുടെ എണ്ണം കണ്ടുപിടിക്കൽ ഇക്വേഷൻ n-1 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഇത് ടോട്ടൽ നോഡാണ്. ടോട്ടൽ നോഡ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ n-1. അതിനകത്ത് റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ, റേഡിയൽ നോഡെന്ന് എടുത്ത് പറയും കേട്ടോ, കണ്ടുപിടിക്കാൻ n-l-1 n വാല്യൂവും l വാല്യൂവും കണ്ടുപിടിക്കണം, -1. ആംഗുലാർ നോഡ് കണ്ടുപിടിക്കുന്നത് l. നോക്കാം നമുക്ക്. 3p. ആദ്യം ടോട്ടൽ നോഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ നോഡ് n-1 ആണ്, n-ൻ്റെ വാല്യൂ 3 ആണ്, 3 - 1 2. രണ്ട് നോഡാണ് ആകെ ഉള്ളത്. അതിൽ റേഡിയൽ നോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് n-l-1 ആണ് റേഡിയൽ നോഡ്. n-ൻ്റെ വാല്യൂ 3 മൈനസ് p. p എന്ന് പറയുമ്പോഴത്തേക്ക് l വാല്യൂ 1 ആണ്. s-ൻ്റെത് 0, p-യുടേത് 1, d-യുടേത് 2, f-ൻ്റെ 3 1 ആണ്. 1 - 1 1 - 1 2, 2 - 3 1 വരും. അതായത് അതിൽ ഒരെണ്ണം റേഡിയൽ നോഡാണ്. ഇനി ആംഗുലാർ നോഡിൻ്റെ വാല്യൂ l ആണ്. l എന്ന് പറയുമ്പോഴത്തേക്ക് 3pയിൽ p ആണ് l വാല്യൂ തരുന്നത്, l വാല്യൂ 1 ആണ്. അപ്പം ആ രണ്ട് നോഡിൽ ഒരെണ്ണം റേഡിയലും ഒരെണ്ണം ആംഗുലാറും ആണ്. ഇതാണ് നമ്മുടെ